ആ പറയടാ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ആ പൂജ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ എനിക്കിത് ഓക്കെ എന്നാണ് തോന്നണേ. ആ എടാ ഞാൻ നിന്നെ വിളിക്കാം. ഹായ് വിജയ്, സോറി കുറച്ച് ലേറ്റായി. ഊബർ വരാനേ വൈകി. കുറേ നേരമായി വന്നിട്ട്? ഇല്ല, ഞാനൊരു 5 minutes ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ ഭയങ്കര സ്ട്രൈറ്റ് ഫോർവേഡാണ്. എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുക എന്നുള്ളതാണ്. എനിക്ക് ഒരു 8 years ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു. സംഭവം അത് വർക്കൗട്ടായില്ല. ഞാൻ പിന്നെ അതിൻ്റെ കുറേ ട്രോമയിലൊക്കെ ആയിരുന്നു കുറച്ച് കാലം. പിന്നെയാണ് എൻ്റെ ഫ്രണ്ട് മിഥുൻ വഴി നിങ്ങളെ പരിചയപ്പെടുന്നത്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓപ്പണായി പറഞ്ഞോളൂ. അയ്യോ, പാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞു പോയതല്ലേ, അതിനിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? അല്ല, നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയും അടുത്തറിയാൻ പറ്റുമല്ലോ വെച്ചിട്ടാണ്. അങ്ങനെ ഓപ്പൺ അപ്പ് ആവണോണ്ട് ബുദ്ധിമുട്ടൊന്നും ആവില്ല? ഇല്ല, എനിക്ക് ആക്ച്വലി അത് ഇഷ്ടമാണ്. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എനിക്ക് ആദ്യം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അലക്സുമായിട്ട്. എന്താ പറയുക, ഭയങ്കര ടോക്സിക് ആയിരുന്നു. എന്നും വീട്ടിൽ പ്രശ്നം, ഉപദ്രവം. എന്താ പറയുക, ഒന്ന് സോഷ്യൽ മീഡിയയിൽ പോലും നമുക്ക് മനസ്സമാധാനമായിട്ട്, സോഷ്യൽ മീഡിയ വരെ ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നത്തിന് കാരണമായിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ കുട്ടേട്ടനെ പരിചയപ്പെടുന്നത്. കുട്ടേട്ടനായിരുന്നു എനിക്ക് ആശ്വാസം. എന്ത് കെയറിങ് ആയിരുന്നു എന്നറിയോ കുട്ടേട്ടൻ. കുട്ടേട്ടൻ എന്ന് പറഞ്ഞാൽ ശ്രീകുട്ടൻ. മനുഷ്യന്മാരല്ലേ, ഇതുപോലൊരു റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആരായാലും ഇഷ്ടപ്പെട്ടു പോയി. ഞാനും ഇഷ്ടപ്പെട്ടു പോയി. എന്ത് സ്നേഹമായിരുന്നു എന്നറിയാം ഞങ്ങൾ തമ്മിൽ. പിന്നെ കുട്ടേട്ടന് ഭയങ്കര പൊസസീവ്നെസ്. അത് നല്ലതല്ലേ, സ്നേഹം കൊണ്ടല്ലേ. അതെന്നോടാണെങ്കിൽ ഓക്കെ, പക്ഷെ ഇത് ഭാര്യയോടും കുട്ടിയോടൊക്കെ അങ്ങനെ കാണിക്കാന്ന് പറഞ്ഞ എന്നോട് അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്. എനിക്ക് എത്ര പ്രോമിസസ് തന്നാന്നറിയും. ഇതൊക്കെ കുട്ടേട്ട വാങ്ങി തന്ന. എനിക്ക് ഐഫോണൊക്കെ വാങ്ങി തരുമെന്ന് പറഞ്ഞത്. ഹലോ, അതെ, നിങ്ങളിങ്ങനെ കരയല്ലേ. ചില ഒരു സീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണ്ടല്ലോ. എനിക്ക് വിഷമൊന്നുമില്ല. എനിക്കെന്താ വേറെ ആളെ കിട്ടില്ലേ? ഞാൻ എന്താ സുന്ദരിയല്ലേ? കൂട്ടുകാരനെ വിളിക്കണത് ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ എടുക്കും. എടുത്തില്ലെങ്കിൽ വിചാരിക്കുക ഞാൻ സാഡാണ്. ഞാൻ എടുക്കട്ടെ. ഹലോ. ഏത് കളങ്കാവലോ? ആ, എന്നിട്ട് ഫുഡോ? ആരകണോ? ആ, ഓക്കെ, ശരി, കാണാം. എന്നെയും സിനിമയ്ക്ക് വിളിച്ചേക്കും. ഞാൻ പോവും, ഫുഡും കഴിക്കും. ഞാൻ തന്നെ പോവാണ്ടിരിക്കണേ. ഞാൻ നാളെ വിളിക്കാം കേട്ടോ. ഇന്ന് രാത്രി ഞാനിപ്പോൾ ബിസി ആയിരിക്കും. പിന്നെ എനിക്കിഷ്ടമായിട്ടോ. പറയടാ. പിന്നെ നല്ല കുട്ടിയാ. നീ ഇപ്പോൾ എവിടെയുണ്ട്? ആ, അവിടെ തന്നെ നിൽക്കട്ടാ. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പോവല്ലേ? Aguma.